വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനം അദ്ദേഹത്തിനടക്കം വയനാട്ടിൽ കാണാൻ സാധിച്ചു എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഈ സന്ദീപ് വാര്യർക്ക് അത് പറയാം. സ്വാഭാവികമായും ഈ രാജ്യത്ത് വർഗീയതയ്ക്ക് തീകൊളുത്തി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണല്ലോ ഈ ഇന്ത്യയിലുള്ളത്. മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ മതസ്ഥരെയും വേർതിരിക്കുന്ന നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളും ജനാധിപത്യത്തിന്റെ ഭാഗമായി ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസിന് വേരോട്ടം, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കടുത്ത വേരോട്ടമുള്ള സ്ഥലമാണ്. ഓരോ നിയോജക മണ്ഡലങ്ങളും ഓരോ പഞ്ചായത്തുകളോട് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വർഗീയത കത്തിച്ച് ഇവിടെ കോൺഗ്രസിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റ് രാഷ്ട്രീയ പാർട്ടിയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, രാഹുൽ ഗാന്ധിയെ തരം താഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി, പ്രധാനമന്ത്രി മറ്റ് സ്ഥലങ്ങളിലെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന്റെ വ്യാജമായ പ്രചരണത്തിന്റെ ഭാഗമാണിത്. മാത്രമല്ല, നമുക്കറിയാലോ 2019 ലീഗിന്റെ കൊടി UDF എന്നിറക്കി കോൺഗ്രസിന്റെ ലീഗിന്റെ മറ്റ് ഘടകകക്ഷിയുടെ കൊടികൾ പിടിച്ചാണ് ഞങ്ങൾ ഇവിടെ വലിയ പ്രചരണം നടത്തിയത്. അപ്പോഴൊക്കെ ഒരു കേരളത്തിന്റെ മുന്നണിയുടെ ഭാഗമായി കേരള നിയമസഭയിൽ അംഗങ്ങളായി നിൽക്കുന്ന മുസ്ലിം ലീഗ്, കേരളത്തിലെ മന്ത്രിസഭയിൽ കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്ന മുസ്ലിം ലീഗ്, അവരുടെ കൊടി മറ്റ് രാജ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാനാക്കി മാറ്റിയത് BJP-ക്കാരല്ലേ? അപ്പൊ അവർക്ക് പലതും പറയാറോ? അല്ല, അവിടെയാണ് ശ്രീ ഐ സി ബാലകൃഷ്ണൻ ഇത്തവണ അവർക്ക് ഒന്നും പറയാൻ കിട്ടിയിട്ടില്ല. അല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിലും വയനാട്ടിലും ഒന്നും ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒന്നും കൊടി പോലും ഉയർത്താതെയുള്ള ഒരു പ്രചാരണമായിരുന്നല്ലോ അവിടെ നടന്നത്. ഇതിപ്പോൾ സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ SDPIയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസിന് പറയാൻ സാധിക്കാതെ പോയി, പിന്തുണ വേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്, വോട്ട് വേണ്ട എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ആരും പറഞ്ഞില്ല എന്നുള്ളതാണ് ആക്ഷേപം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വ്യക്തിക്ക് അത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും അവർക്കൊരു വ്യക്തിത്വമുണ്ടല്ലോ. ഓരോ ഇന്ത്യൻ പൗരന് വോട്ടവകാശമുണ്ടെങ്കിൽ ആ ഇന്ത്യൻ പൗരന് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അവരാ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ BJP-യുടെ CPM-ഉമായുള്ള അന്തർധാര എന്താ? ചെറുതാണോ? നിങ്ങൾ വയനാട്ടിൽ വന്ന് പരിശോധിക്കി, BJP പരിശോധിക്കി. CPM കാലാകാലം കൈകാര്യം ചെയ്യുന്ന പട്ടികവർഗ കോളനിയിലെ വോട്ടുകൾ മുഴുവനും ജയിച്ചതാരാ? BJP-യാ. ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ ജനാധിപത്യത്തിന്റെ പൗരനായി കാണുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള നേതാവായി ഇന്ത്യൻ പൗരന്മാർ ഓരോരുത്തരും കണ്ടു കഴിഞ്ഞാൽ അവർ ഏത് സംഘടനയാണെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് പരസ്യമായി ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ചോദിക്കട്ടെ, അവർ വോട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടില്ല. അവർ ഞങ്ങളുടെ കൂടെ പ്രചരണത്തിന് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. UDF വേദികളിലോ അല്ലെങ്കിൽ കോൺഗ്രസ് വേദികളിലോ ബൂത്തുകളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ എന്താണ് ഈ പറയുന്നത്? സന്ദീപ് വാര്യർ, അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി കൂടിയായ ഐ സി ബാലകൃഷ്ണൻ പറയുന്നു അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിന്റെയോ അല്ലെങ്കിൽ SDPIയുടെയോ പ്രവർത്തകരെയോ ഒന്നും ആ ക്യാമ്പുകളിൽ എന്ന്. പക്ഷെ താങ്കൾ പറയുന്നു അവർ നേതൃത്വം നൽകി പ്രചാരണത്തിനടക്കമെന്ന്. അല്ല,